സോ ഇന്ന് നമ്മൾ ചാപ്റ്റർ 304 ആൻഡ് 305 ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 303 എക്സ്പ്ലെയിൻ ചെയ്തു. ഈ വീഡിയോയിൽ 2 ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ 2 ചാപ്റ്റേഴ്സിൽ നമുക്ക് നല്ല വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നുണ്ട് പ്ലേയേഴ്സിന്റെ വീക്ക്നെസ് എന്താണെന്നും അതുപോലെ തന്നെ അവരുടെ സ്ട്രോങ് പോയിന്റ് എന്താണെന്നും നമുക്ക് നല്ല വ്യക്തമാക്കിയിട്ട് ഇതിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് നിങ്ങൾ പറയണം ഏത് പ്ലെയർ ആണ് ഏറ്റവും തകുതിയുള്ള ആള് നമ്പർ 1 ആവാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ബ്ലൂ ലോക്കിലെ നമ്പർ 1 അല്ല, വേൾഡിലെ നമ്പർ 1 പ്ലെയർ ആവാൻ ഏറ്റവും കൂടുതൽ തകുതിയുള്ള ആളാണെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ നിങ്ങൾ പറ. ആൻഡ് ഇസാഗി ഒഴിച്ചിട്ട് ബാക്കിയുള്ള പ്ലെയേഴ്സിനെല്ലാം ഈഗോ നന്നായിട്ട് പണിയെടുപ്പിക്കുന്നുണ്ട്, നന്നായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആൻഡ് അതെങ്ങനെയുള്ള ട്രെയിനിങ് ആണ്, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം എന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് കീപ് വാച്ചിങ്. ചാപ്റ്റർ തുടങ്ങുന്നത് നമുക്ക് ഇസാഗിയെ കാണിച്ചുകൊണ്ടാണ്. ഇസാഗി ആദ്യം തന്നെ ഭക്ഷണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവന്റെ അച്ഛനും അമ്മന്റെയും കൂടെ ഒപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഭയങ്കര ഹാപ്പി ആയിരിക്കും, കാരണം ബ്ലൂ ലോക്കിലെ നമ്പർ 1 പ്ലെയർ ആയതല്ലേ ഇസാഗി. അതുകൊണ്ട് തന്നെ പാരന്റ്സ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും. പാരന്റ്സിന്റെ അടുത്ത് ഒരു കൊച്ചു കുട്ടി എങ്ങനെയാണോ പാരന്റ്സിന്റെ അടുത്ത് നിൽക്കുക, അതുപോലെ ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരുമാതിരി ഡീമണ്ട പോലെ. ഇംഗ്ലീഷിലൊരു മാസ് ഡയലോഗ് ഉണ്ടല്ലോ, ദാറ്റ്സ് ഇസാഗി ഫോർ യു എന്ന്. അത് തന്നെ. ആൻഡ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരും ഇസാഗിക്ക് 2 ആഴ്ച സമയം കൊടുത്തിട്ടുണ്ട് അവന്റെ പാരന്റ്സിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്, ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവന്റെ അച്ഛനും അമ്മയ്ക്കും അത്രയും സന്തോഷമായിരിക്കും, കാരണം ഒരുപാട് നാളിന് ശേഷമല്ലേ അവൻ അടുത്ത് കിട്ടുന്നത്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കും അവര്. ആൻഡ് ഇവർ രണ്ടുപേരും ഈ 2 ആഴ്ച ഇവൻ വേറൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഇവൻ അവരുടെ കൂടെ തന്നെ ഇരിക്കാൻ പോവാണ്. അറ്റ്ലീസ്റ്റ് സോക്കറിലും കളിക്കാൻ പോകാണ്ട് ഇവൻ അവരുടെ കൂടെ തന്നെ ഇരിക്കുന്നതാണ് അവർ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് തമാശക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരും ഇവർക്ക് ഇപ്പൊ കിട്ടുന്ന സാലറി ഇല്ല, അതായത് പ്ലേയേഴ്സിന് കിട്ടുന്ന സാലറി അത് തൽക്കാലത്തിന് മാനേജ് ചെയ്യുന്നത് ബ്ലൂ ലോക്ക് ആണ്. ആൻഡ് ഈ വേൾഡ് കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് ഇതിനുശേഷം നമുക്ക് ഇസാഗിയുടെ അമ്മയെ കാണിക്കും. ഇസാഗിയുടെ അമ്മ ഇസാഗിയെ ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്യും. ഇതുപോലെ ഒരു മൊമെന്റ് ഒക്കെ നമ്മുടെ ലൈഫിൽ എന്താണാവല്ലേ, ഇസാഗിയെ ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്യും. കാരണം അവസാനം ഒരു മാച്ച് തോറ്റത്തിന് അവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തായിരുന്നു. ഇപ്പോൾ നമ്പർ 1 പ്ലെയർ ആയി നിൽക്കുകയാണ്. അതിനുശേഷം അവന്റെ അച്ഛൻ അവന്റെ അടുത്തോട്ട് വരും, എന്നിട്ട് കൈസറിന്റെ അടുത്ത് പോയിട്ട് അവൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുപോലൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും. ആൻഡ് ഇങ്ങനെ ഇവിടെ കളിയും തമാശക്കായിട്ട് നടക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു കോളിംഗ് ബെൽ അടിക്കുക. കോളിംഗ് ബെൽ ആരാണെന്ന് നോക്കുമ്പോൾ ഒരു ഡെലിവറി ബോയ് ആയിരിക്കും. ഡെലിവറി ബോയ് ഇസാഗിക്ക് വേണ്ടിയിട്ട് ഒരു പാർസൽ കൊടുക്കുന്നുണ്ടാവും. ആൻഡ് ഈ പാർസലിൽ ആദ്യം ഒരു ലെറ്റർ ആയിരിക്കും കാണിക്കുക. ആ ലെറ്ററിൽ എന്താ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, നീ ഇനിയും സോക്കർ ഒരുപാട് പഠിക്ക് ഇസാഗി. ആൻഡ് ഒരുപാട് പഠിച്ചിട്ട് നിന്നെ തന്നെ നീ വളർത്തിയെടുക്ക്, ഡിസ്കവർ ചെയ്യും, നീ നിന്നെ തന്നെ ഇനി ഡിസ്കവർ ചെയ്ത് എടുക്കുന്നതെല്ലാം പറഞ്ഞിട്ടായിരിക്കും ലെറ്റർ. ആൻഡ് അതിന്റെ കൂടെ ഒരുപാട് CDs ഉണ്ടാവും. ഇത് വായിച്ചിട്ട് ഇസാഗി ആകെ ഷോക്കാവും, കാരണം ഇവ 2 ആഴ്ച വെക്കേഷൻ വന്നതായിരിക്കും വീട്ടില്. ആ വെക്കേഷന് പോലും അവനെ വിടാണ്ട് ഈഗോ അവന് ലെറ്റർ അയച്ചിട്ടുണ്ടാവും. ആൻഡ് ഇത് കണ്ടിട്ട് അവന്റെ അമ്മ ചോദിക്കും, ഈ ഈഗോ എന്ത് തരത്തിലുള്ള ആളാണെന്ന് ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് ഇസാഗി പറയും, ഈഗോ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരാളാണ്, അയാൾക്ക് അയാളുടേതായ ഫിലോസഫികളുണ്ട്, ആരായിട്ടും അധികം കൂട്ടുകൂടില്ല, അയാളുടെ പ്ലാനിന് അക്കോർഡിംഗിൽ മാത്രമേ അയാൾ നടക്കത്തുള്ളൂ, അയാൾക്ക് വേറെ ആരും വേണ്ട, അയാൾ എന്താണോ തീരുമാനിക്കുന്നത് അങ്ങനെ നടക്കും. ഇൻഫാക്ട് അയാൾ ഒരു കാര്യം തീരുമാനിച്ചിട്ട് അയാൾ പറയണമെന്നുണ്ടെങ്കിൽ അയാൾ ആരെടുത്ത് വേണേലും പറയും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോ ഒരു ഇൻട്രോവേർട്ട് ആണെന്നാണ് ഇസാഗി പറയുന്നത്. ബട്ട് ഇസാഗി അവസാനമായിട്ടൊരു കാര്യം പറയും, ഈ വേൾഡിലെ തന്നെ ജപ്പാൻ വേൾഡ് കപ്പ് അടിക്കണമെന്ന് ഇത്രമേൽ ആഗ്രഹിക്കുന്ന വേറൊരു ആളും ഉണ്ടാവില്ല എന്ന് പറയും. ആൻഡ് ഇയാൾ തന്നെയാണ് ഇനി ഈ വേൾഡ് കപ്പ് ജപ്പാന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പോകുന്നതും. കാരണം ഇയാളുടെ പ്ലാനിന് അക്കോർഡിംഗിലായിട്ട് കാര്യങ്ങളെല്ലാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പ് ജപ്പാനിലോട്ട് തന്നെ വരും. ഇൻഫാക്ട് അക്കോർഡിംഗ് ടു ഇസാഗിയുടെ ഗോൾസിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ ഈഗോ ആണ്. ആൻഡ് അത് സത്യമാണ്, ഈഗോയെക്കാളും സപ്പോർട്ട് ചെയ്യുന്ന വേറൊരാള് ഇസാഗിക്ക് ഇല്ല. ഇസാഗി ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്റെ അച്ഛനും അമ്മയും ഇതെല്ലാം കേട്ടിട്ട്, നീ എത്രയൊക്കെ വലിയ ആളായാലും ഞങ്ങൾക്ക് നീ ഒന്നും ഞങ്ങളെ ചെറിയ കുട്ടി തന്നെയാണ്. ആൻഡ് ഇൻഫാക്ട് നീ ഒന്നും ആയില്ലെങ്കിൽ പോലും ഞങ്ങൾ എപ്പോഴും നിന്റെ പിന്നാലെ ഉണ്ടാവും എന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഇസാഗി ആകെ ഇമോഷണലാവും. ആൻഡ് ഇതിനുശേഷം ഇസാഗി ആ CDസും, അതായത് ആ ബോക്സും CDs എല്ലാം എടുത്തിട്ട് അവന്റെ റൂമിലോട്ട് പോകും. അവന്റെ റൂമിലോട്ട് എത്തിയതിനു ശേഷം അവൻ ആ CD ഓരോന്നായിട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ആ CD മൊത്തം മാച്ചസിന്റെ ക്ലിപ്സ് ആയിരിക്കും. ആൻഡ് ഈ ചെറിയ ചെറിയ ക്ലിപ്സ് വന്നിട്ട് ഇസാഗിക്ക് ആദ്യമൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല എന്തിനാണ് ഈ ചെറിയ ചെറിയ ക്ലിപ്സ് എല്ലാം തന്നതെന്ന്. പക്ഷെ അതിങ്ങനെ കുറച്ച് കുറച്ചായി കണ്ടു കഴിയുമ്പോഴായിരിക്കും അവന് കാര്യം മനസ്സിലാവുക. കാരണം ആ ക്ലിപ്സിലൊന്നും ഗോൾസിന്റെ അധികം കോൺട്രിബ്യൂഷൻ ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ ഒരു സ്ട്രൈക്കർ മിഡ്ഫീൽഡറായിട്ട് കളിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്ലേ മേക്കിംഗ് ആയിരിക്കും അതിൽ മൊത്തമായിട്ട് കാണിക്കുന്നത്. എങ്ങനെയാണ് ഒരു സ്ട്രൈക്കർ മിഡ്ഫീൽഡറെ പോലെ കളിക്കുന്നത്, എങ്ങനെയാണ് ഒരു സ്ട്രൈക്കർ ഡ്രിബിൾ ചെയ്യുന്നത്, ട്രാപ്പ് ചെയ്യുന്നത്, ടാക്കിൾ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലായിരിക്കും കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇസാഗിയുടെ ഏറ്റവും വലിയ കഴിവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസാഗി കറക്റ്റ് സമയത്ത് ഗോൾ അടിക്കാനുള്ള സ്ഥലത്ത് പോയി നിൽക്കും.
പക്ഷെ ഇസാഗി ഒരു ബാച്ചിറയുടെ പോലെ ഡ്രിബിൾ ചെയ്ത് കളിക്കുന്ന പ്ലെയർ അല്ല. ഇപ്പൊ ബാച്ചിറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ നന്നായിട്ട് ഡ്രിബിൾ ചെയ്ത് കളിക്കും. അതുപോലെയുള്ള കുറെ ക്ലിപ്സ് ആണ് അവന് കാണിച്ചും കൊടുക്കുന്നത്. അതായത് ഇസാഗി അവനെ തന്നെ ലെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ മൊത്തം സീരീസിലുള്ളത്. ആൻഡ് ഇതിനുശേഷം ഇസാഗി ഈ കാര്യങ്ങളെല്ലാം ഒന്ന് റിക്കവർ ചെയ്ത്, അതായത് അനലൈസ് ചെയ്തെടുക്കുന്നത് കാണിക്കും. കാരണം ഇത്രയും നാള് അവൻ ഈ കാര്യങ്ങളൊന്നും അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഡ്രിബിൾ ചെയ്ത് കളിക്കേണ്ടത് ആ കാര്യങ്ങളൊന്നും അവൻ അനലൈസ് ചെയ്തിട്ടുണ്ടായില്ല. സോ അതുകൊണ്ട് തന്നെ അവൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിലിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലേയേഴ്സിനെ നമുക്ക് കാണിക്കും. ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ അടുത്തും ഇതുപോലെ തന്നെ ബോക്സസ് പോയിട്ടുണ്ടാവും. ആൻഡ് ഇതിനുശേഷം നമുക്ക് അസിസ്റ്റന്റ് മാഡത്തിനെ കാണിക്കും. അസിസ്റ്റന്റ് മാഡം ഫുഡ് ഉണ്ടാക്കായിരിക്കും. എന്തൊരു ലുക്കാലേ പാനലില്. എന്റെ ആൻഡ്രിജാൻ അവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈഗോ അവിടെ അതായത് വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. ഈഗോ ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവർക്ക് രണ്ടാലും കല്യാണം കഴിച്ചാൽ പോരെ. എന്തായാലും ഇപ്പൊ ആൻഡ്രി ഇവനെ ഒരു ഭാര്യയെ പോലെയാണ് നോക്കുന്നത്. സോ ഇവർക്ക് രണ്ടും കല്യാണം കഴിക്കേണ്ട കാര്യമേ ഉള്ളൂ. ആൻഡ് ഈ ഈഗോ അങ്ങനെ ഓവർ ടൈം ചെയ്യുന്നതുകൊണ്ട് ആൻഡ്രിച്ചാൻ അതിനെ കുറിച്ചിട്ടും വറീഡാണ്. ഈഗോ അവിടെ എന്തിനാണ് ഓവർ വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഈ 23 പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്തിട്ടില്ലേ, ആ 23 പ്ലേയേഴ്സിനും സെപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈഗോ ഇവിടെ ഓവർ ടൈം ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള ഈ 23 പ്ലേയേഴ്സും അവർ നിയോ ഈഗോസ്റ്റിക്കിന് ശേഷം അവരുടെ പീക്ക് പെർഫോമൻസിലാണ്. പക്ഷെ എന്നാലും ചെറിയ ചെറിയ അവരുടെ ലാക്കിംഗ് ഒക്കെ ഉണ്ട് അവരുടെ കളിയിലായാലും. സോ ആ കാര്യങ്ങളെല്ലാം തീർത്തിട്ട് അവരുടെ ഏറ്റവും ടോപ്പ് പീക്കിൽ എത്തിക്കാനാണ് ഈഗോയുടെ അവന്റെ ട്രെയിനിങ് എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിനുശേഷം നമുക്ക് കിങ് ബാറോനെ കാണിക്കും. കിങ് ബാറോക്ക് ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. ആ അഡ്രസ്സിൽ നിനക്ക് കിങ് ആവണമെന്നുണ്ടെങ്കിൽ നീ അഡ്രസ്സിലോട്ട് പോകുന്ന പറയും. ആൻഡ് കിങ്ങും ആ അഡ്രസ്സിലെത്തി നോക്കി നിൽക്കുമ്പോഴായിരിക്കും അത് അമേരിക്കൻ ഫുട്ബോൾ ഇല്ലേ, റഗ്ബി. സോ അമേരിക്കൻ ഫുട്ബോൾ കളിക്കുന്നവരുടെ അടുത്തേക്കായിരിക്കും ഈഗോ ഇവനെ പറഞ്ഞയച്ചിട്ടുണ്ടാവുക. സോ നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടാവും എന്തിനാണ് ഇവനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതെന്ന്. ഈഗോ എന്താ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്റെ അടുത്ത് നല്ല ബോഡി ഉണ്ട്. സോ അവന്റെ ടാക്ലിംഗ് പവർ അവനെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ നന്നായിട്ട് ഇനിയും പീക്കിലെത്താൻ പറ്റും. സോ അതുകൊണ്ടാണ് റഗ്ബി കളിക്കുന്നവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ബാറോന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് ബാറോ പാസ് കൊടുക്കില്ല എന്നുള്ളത്. അത് ഇവരുടെ ഒപ്പം കളിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് തീർന്നു കിട്ടും. കാരണം അമേരിക്കൻ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പൂതി കളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും നടക്കത്തില്ല. അവിടെ ഫുള്ള് ടീം വർക്കിനാണ്. സോ ടീം വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അത് ജയിക്കാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ ശേഷം നമുക്ക് മോൺസ്റ്ററെ കാണിക്കും, ബാഷിറെ കാണിക്കും. ബാഷിറക്ക് ഇതുപോലെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടാവും. ബാഷിറയുടെ ഏറ്റവും വലിയ കഴിവെന്താ, അവൻ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടേ കളിക്കത്തുള്ളൂ. അവൻ എപ്പോഴും എല്ലാവരെയും നോക്കി അവന് പറ്റുന്ന ആരാണോ അവരെ സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റീവ് ചെയ്തിട്ട് മാത്രമേ അവൻ കളിക്കത്തുള്ളൂ. സോ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആരാ, കൊച്ചുങ്ങള്. സോ ബാഷിറക്ക് എന്താ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പിള്ളേരെ ഫുട്ബോൾ പഠിപ്പിക്കുക. അതായിരിക്കും ബാഷിറക്ക് കൊടുത്ത ടാസ്ക്. എന്റെ ആ കത്തിൽ എഴുതിയുണ്ടാവും, നീ പഠിപ്പിച്ചുകൊണ്ട് പഠിക്ക്, നീ നിന്റെ ചെറുപ്പകാലം നീ ആലോചിച്ചിട്ട് അവരെ പഠിപ്പിച്ചുകൊണ്ട് നീ പഠിച്ചെടുക്കുന്നു പറഞ്ഞിട്ടുണ്ടാവും. എന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബഷീറക്ക് അത്ര വലിയ വീക്ക്നെസ്സുകളൊന്നും ഇല്ല. പക്ഷെ ബഷീറക്കുള്ള ആകെ ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഭയങ്കര ക്രിയേറ്റീവ് ആണ്. സോ ലോജിക്കലായിട്ട് അവൻ കളിക്കത്തില്ല. അത് മാറ്റാനാണ് ഇത്. ഇതിനുശേഷം നമുക്ക് ചിഗിരിനെ കാണിക്കും. എന്റെ ചിഗിരിക്ക് കൊടുത്ത കത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കാലുകളെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് നീ ഒരു മീനിനെ പോലെ ആകുന്നതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനോട് സ്വിമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം സ്വിമ്മിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്റ്റാമിനയും കൂടും. സോ അത് കൂടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാസ്ക് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതിനുശേഷം നമുക്ക് കുനിഗാമിയെ കാണിക്കും. കുനിഗാമിക്ക് എന്താ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുനിഗാമിയുടെ ലെറ്ററിൽ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. കുനിഗാമിക്ക് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാരിയർ ആവണമെന്നായിരിക്കും ആഗ്രഹം. സോ അതുകൊണ്ട് തന്നെ കുനിഗാമിക്ക് കോമ്പാക്ട് ചെയ്യാനാണ്. ഇത് ഫുട്ബോളിൽ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആവാന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. ഇതിനുശേഷം ഷീഡോനെ കാണിക്കും. ഷീഡോക്ക് കൊടുത്ത ടാസ്ക് കോമഡി ആയിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീഡോക്ക് ലെറ്റർ വന്നിട്ടുണ്ടാവും. ഷീഡോക്ക് ലെറ്റർ വന്ന് ബാക്കിയുള്ള എല്ലാവർക്കും ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കത്തില്ലേ. ഇവന് കൊടുത്ത ലെറ്ററിൽ ഈഗോ എന്താ എഴുതി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് നീ വേണ്ടതെല്ലാം ചെയ്തോ, നിനക്ക് നീ എന്തൊക്കെ ചെയ്യാൻ നിനക്ക് ആഗ്രഹമുണ്ടോ, നീ ചാവണേന്റെ മുന്നേ അതെല്ലാം ചെയ്തോ അറിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷീഡോന്റെ മനസ്സ് എത്രത്തോളം ഫ്രീ ആണോ അത്രത്തോളം അവൻ നന്നായിട്ട് കളിക്കും. സോ അവന് എത്രത്തോളം അവൻ റിലാക്സ് ആവാൻ പറ്റുമോ അതിനുള്ള വേണ്ട കാര്യങ്ങളെല്ലാം അവനോട് ചെയ്തോളാനാണ് ഈഗോ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതിനുള്ള ചെലവുകളൊക്കെ ആരെടുക്കുന്ന അറിയോ, ഒക്കെ ബ്ലൂ ലോക്ക. അവന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെലവെടുക്കുന്നത് ബ്ലൂ ലോക്ക. ആൻഡ് ഇതിനുശേഷം നമുക്ക് റിന്നിനെ കാണിക്കും. റിന്നിന് ബേസിക്കലി അതായത് വീക്ക്നെസ് ഒന്നുമില്ല. പക്ഷെ അവന്റെ ഒരൊറ്റ വീക്ക്നെസ് ഉള്ളത് നമ്മൾ നിയോ ഈഗോസ്റ്റിക്കിന്റെ ലീഗ് ലാസ്റ്റിലും അതുപോലെ U20 വേഴ്സസ് ബ്ലൂ ലോക്കിന്റെ ലാസ്റ്റിലെല്ലാം കണ്ടതുപോലെ തന്നെ അവൻ കൺട്രോൾ വിട്ടിട്ട് അവൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കും. അതാണ് അവന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. ആൻഡ് ഇത് ഈ ഈഗോ കൺട്രോൾ എടുക്കാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് അവൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് മാസ്റ്റർ അവൻ ഇടക്കിടക്കെടുത്ത് ഇങ്ങനെ കൊട്ടും. ആൻഡ് ഈ കൊട്ടുന്നതിന്റെ കാരണം തന്നെ അവൻ ഭയങ്കരമായിട്ട് വീണ്ടും ദേഷ്യപ്പെടും. ആൻഡ് ഈ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ മെഡിറ്റേഷൻ ചെയ്യുന്നത്. സോ ഇതിങ്ങനെ ഒരു ലൂപ്പിൽ അവിടെ നടന്നുകൊണ്ടിരിക്കും. ആൻഡ് ഇതിനുശേഷം നമുക്ക് റിയോനെ കാണിക്കും. റിയോ അവന്റെ പാലസിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒപ്പം തന്നെ അവൻ നാഗിയുടെ
കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവൻ ആലോചിക്കുന്നത് ആ പാസ് നാഗി ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ മേ ബി നാഗി ഇപ്പോഴും ബ്ലൂ ലോക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മേ ബി ഞാനും അവനും കൂടി റീയൂണൈറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവൻ ഉണ്ടായിരുന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇപ്പോഴായിരിക്കും ബട്ട്ലർ അവൻ ആ ലെറ്റർ കൊടുത്തുകൊണ്ടിരിക്കുക. ആൻഡ് ഇതിൽ എഴുതിയിരിക്കുന്നത് നിന്നെ പോലെ കോപ്പി ചെയ്യാൻ പറ്റുന്ന വേറെ ആരുമില്ല, സോ നീ കോപ്പി ചെയ്യുന്നതിൽ മാസ്റ്റർ എടുക്ക്, നിനക്ക് ഇപ്പോഴും നമ്പർ 1 ആവാനുള്ള ചാൻസ് ഉണ്ടെന്നായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. ആൻഡ് ഇത് തന്നെ ആയിരിക്കും ബട്ട്ലറിനും തോന്നുന്നുണ്ടാവുക അവന്റെ. ആൻഡ് ഇത് കേട്ടിട്ട് റിയോ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. കാരണം റിയോ എത്രത്തോളം ഈഗോയെ ഹെയ്റ്റ് ചെയ്താലും നാഗിയെ പുറത്താക്കിയതിന് പക്ഷെ ഈഗോ ചെയ്യുന്ന കാര്യങ്ങളും ഈഗോ എടുക്കുന്ന തീരുമാനങ്ങളും കറക്റ്റ് ആണെന്നുള്ള കാര്യം റിയോക്കൊരു ധാരണയുണ്ട്. സോ ഈഗോ ഈ പറഞ്ഞ കാര്യം അവൻ ഭയങ്കരമായിട്ട് സീരിയസ് എടുത്തിട്ട് തന്നെ അവന്റെ കോപ്പിങ് ചെയ്യുന്ന കാര്യങ്ങളിൽ മാസ്റ്റർ ചെയ്യാൻ നോക്കും. സോ അവന്റെ ബോഡിയിൽ അവൻ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യും. കാരണം ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവരെ കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനുശേഷം നമുക്ക് കറാസുവിനെ കാണിക്കും. കറാസു ജോഗിങ് ആയിരിക്കും. അതായത് ജോഗിങ് പറയുമ്പോൾ ഒരു ഗ്രൗണ്ട് മൊത്തം വട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. കാരണം ഒരു മൊത്തം ഫീൽഡിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഓട്ടോയെ കാണിക്കും. ഓട്ടോയാണെന്ന് VR വെച്ച് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അവന്റെ വിഷൻ ഒന്നുകൂടി വലുതാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റായ്ച്ചിനെ കാണിക്കും. റായ്ച്ചിനെ ആണെന്നുണ്ടെങ്കിൽ റെസ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം റായ്ച്ചി ഡിഫൻസ് ആണ് കളിക്കുന്നത്. സോ ഡിഫൻസ് കളിക്കാൻ വേണ്ടി ബോഡി ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കണം. സോ അതുകൊണ്ട് തന്നെ റായ്ച്ചി റെസ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കിയോറനെ കാണിക്കും. കിയോറ പാർക്കോർ ട്രെയിനിങ് ആയിരിക്കും. അതുപോലെ തന്നെ കൊറോണയെ കാണിക്കും. കൊറോണ നായകളുടെ കൂടെ റേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് ആര്യുവിനെ കാണിക്കും. ആര്യ ആണെന്നുണ്ടെങ്കിൽ ജൂഡോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സെന്റോനെ കാണിക്കും. സെന്റോ സ്നൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇങ്ങനെ ഓരോരുത്തരുടെ ട്രെയിനിങ് കാണിക്കും. ഇതിനുശേഷം നമുക്ക് ജാൻഡറ്റ്സുവിന്റെ ട്രെയിനിങ് കാണിക്കും. ജാൻഡറ്റ്സുവിന്റെ ട്രെയിനിങ് ആണ് കുറച്ചുകൂടിയൊക്കെ എനിക്ക് ലോജിക്കായിട്ട് തോന്നിയത്. കാരണം ജാൻഡറ്റ്സു സ്പ്രിന്റ് ചെയ്യാൻ പഠിക്കുകയായിരിക്കും. അതായത് സ്പ്രിന്റ് എങ്ങനെ ചെയ്യേണ്ടത്, സ്പ്രിന്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സ്പീഡിൽ ഓടാന്നുള്ള കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുപോലെ തന്നെ ഐക്യുവിന്റെ ട്രെയിനിങ് കാണിക്കും. ഐക്യു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്ലെയേഴ്സിന്റെയും സ്ട്രോങ് പോയിന്റ്സ് എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കുകയായിരിക്കും. അതായത് വേൾഡിലുള്ള ഓരോ പ്ലെയേഴ്സിന്റെയും അവരുടെ സ്ട്രോങ് പോയിന്റ്സ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഒരു പാച്ചിൽ വരുമ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ആൻഡ് എക്സെപ്റ്റ് ദം ബാക്കിയുള്ളവരൊക്കെ എന്താ കാണിക്കുന്നതെന്ന് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായി. റൈഫൽ വെച്ചിട്ട് സ്നൈപ്പ് ചെയ്യുന്നതൊക്കെ. ഇതിനുശേഷം നമുക്ക് അൻഡ്രിച്ചാനെ കാണിക്കും. അൻഡ്രിച്ചാനും ടയർഡായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. ആൻഡ് ഈഗോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് അങ്ങനെ ഈ ചാപ്റ്റർ ഇവിടെ കഴിയും ഓരോ പ്ലെയേഴ്സിന്റെയും ട്രെയിനിങ് എല്ലാം കാണിച്ചിട്ട്. ആൻഡ് ഇപ്പോഴും നമുക്ക് നാഗിയെ കുറിച്ചിട്ട് ഈ ചാപ്റ്ററിൽ ഒരു മനുഷ്യനും ഇല്ല. ഒരു ചാപ്റ്ററിൽ നാഗിയെ കാണിക്കും, വേറൊരു ചാപ്റ്ററിൽ നാഗിയെ കാണിക്കത്തില്ല. ഇവന്മാർ ഇങ്ങനെ കളിക്കുകയാണ്. അത് 308 ആവട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞു തരാം. ആൻഡ് ഇതിന് ശേഷം ഇനി 5 ചെയ്തേ, 306, 307 നാളെ മറ്റന്നാളായിട്ട് പോസ്റ്റ് ചെയ്യാം. 308 വരും. സോ ഇപ്പൊ 309ന്റെ ലീക്സും ഇറങ്ങിയിട്ടുണ്ട്. സോ അതും കവർ ചെയ്യാൻ നോക്കാം. ആൻഡ് ഇങ്ങനെ ഓരോ ദിവസം നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തൊക്കെ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.